നമുക്കൊരു സിനിമ കണ്ടാലോ? റിലീസാകുന്ന എല്ലാ സിനിമകളും കാണാറുണ്ടോ? അതൊക്കെ ഒരു കാലം. ഇപ്പോ ചില സിനിമകൾ മാത്രം തെരഞ്ഞു പിടിച്ച് കാണുകയാണ് പതിവ്. നമ്മുടെ പ്രാരാബ്ദങ്ങളൊന്നും സിനിമക്കാര് മനസ്സിലാക്കുന്നില്ല. ഒരാഴ്ച ഒരു നല്ല സിനിമ, അടുത്ത ആഴ്ച അതിനേക്കാൾ വേറെ ലെവൽ സിനിമ. കഴിഞ്ഞ മാസത്തെ ബഡ്ജറ്റിൽ തിരികെ കയറ്റിയത് 3 സിനിമകളാണ്. ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം, ദാ ഇപ്പോ ആവേശം. ഞാൻ റിവ്യൂ കണ്ടല്ല സിനിമയ്ക്ക് പോകുന്നത്, പക്ഷെ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാറുണ്ട്. റിവ്യൂ പറയുന്നവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സിനിമയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. ഇൻസ്റ്റഗ്രാമിലെ മോസ്റ്റ് റൊമാൻറ്റിക് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ ഞാൻ എടുത്തത് ചളകൊളമായി. എന്തിനുള്ള പുറപ്പാടിലാണ് ഇവൾ എന്ന് മനസ്സിലാകാതിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ മുഖം മാത്രം കണ്ടാൽ മതിയല്ലോ. ഒരു അടി കഴിഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ടാണ് മുഖത്തിന് ഇത്രയും കനം. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. സിനിമയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്കും ആൾ ഉഷാറാവും. ജീവിതത്തിനോട് യാതൊരു ആവേശവും ഇല്ലാതിരിക്കുന്ന ഈ മനുഷ്യനെയും കൊണ്ടാണ് ഞാൻ ഇന്ന് ആവേശം സിനിമ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സിനിമ കാണാൻ പോകുന്നത് PVR ലക്സിലാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഒരു തവണയെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത്. ഈ ലോകത്തെ സകല മനുഷ്യരും ലുലുവിലാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്ര തിരക്കായിരുന്നേ. പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. വണ്ടി അവിടെ പാർക്ക് ചെയ്താൽ മതിയോ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കയറുന്നതല്ലേ നല്ലത്? നമ്മൾ ആക്ച്വലി കുറച്ച് നേരത്തെയാണ് എത്തിയത്. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് സിനിമ കാണാൻ പോയത്. ഇനി സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. അയ്യോ, എന്ത് കിടിലൻ പെർഫോമൻസ് ആണെന്നറിയോ? നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയൂ. പേര് പോലെ തന്നെ സിനിമയുടെ ഉദ്ദേശവും ആവേശം പകരലാണ്. ഒരു ഉത്സവകാല സിനിമയുടെ മാസ് പേര്. രോമാഞ്ചം പോലെ തന്നെ, ബാംഗ്ലൂർ ഡേയ്സ് പോലെ തന്നെ ബാംഗ്ലൂർ നഗരമാണ് സിനിമ സംഭവിക്കുന്നത്. ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനെത്തുന്ന 3 ആൺകുട്ടികളും അവർ ജീവിതത്തിലേക്ക് അറിയാതെ വലിച്ചു കയറ്റുന്ന രംഗന്റെയും സംഘത്തിന്റെയും കഥയാണ് ആവേശം. എടാ മോനെ, രംഗണ്ണം വേറെ ലെവലാണ്. ഒരു മാസ് ആക്ഷൻ സിനിമയൊക്കെയാണ്, പക്ഷെ അത് മാത്രമല്ല. ഒരു സ്പൂഫിന്റെ, കമ്മിങ് ഓഫ് ഏജിന്റെ, മാജിക്കൽ റിയലിസത്തിന്റെ ഒക്കെ സാധ്യതകൾ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാ ഒരു ഹൈ ഓൺ ആക്ഷൻ പാക്കേജും അല്ല. എന്നാ സിനിമയ്ക്ക് വ്യക്തമായൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പാട്ടും അഭിനയവും ആക്ഷൻ കൊറിയോയും എല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. ഫഹദ് ഫാസിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്യാത്ത ശരീരഭാഷ കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. പക്ഷെ സിനിമയിൽ ആരെങ്കിലും മോശമായി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അയ്യോ, എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളി. ഇങ്ങനൊരു സിനിമ ഇവിടെ ആദ്യമായാണ്. സിനിമ കണ്ടാലോ ഏറ്റവും ചെറിയ ക്യാരക്ടറിനോട് പോലും ഫാൻ ആകും. സ്പൂഫ് സിനിമകളുടെ, ആക്ഷൻ രംഗങ്ങളുടെ, ഇൻസ്റ്റഗ്രാമിലടക്കം നമ്മൾ കാണുന്ന ഹാസ്യ രംഗങ്ങളുടെ ഒരു കടന്നുകയറ്റം സിനിമയിലുണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് സിനിമ വേറെ ലെവലായിട്ട് തന്നെ തോന്നും. തമാശകൾക്ക് പോലും പുതിയ മുഖം. സിനിമയുടെ പേര് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് കടക്കും. ഫഹദ് ഫാസിൽ ഒരു ആവേശമായിട്ട് തന്നെ മാറും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പറയാൻ വാക്കുകളില്ല. ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരു കാലത്ത് നമ്മൾ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ക്യാരക്ടറുമാണ് രംഗണ്ണൻ. ഇവിടെ നല്ല കമ്പിളിയൊക്കെ ഉണ്ടായിരുന്നേ. ലക്സ് ഒരു അനുഭവം തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വന്നൊന്ന് സിനിമ കാണണം. നല്ലൊരു റിക്ലൈനറും ശരിക്കും കിടന്ന് പുതച്ചു മൂടി ആ തണുപ്പിൽ സിനിമ കാണുന്നത് ഒരു വേറെ ഫീലാണ്. തന്വിക്ക് ആദ്യം ഇത് എന്താ പരിപാടി എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ സിനിമ കാണാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ തിയേറ്റർ ഉണ്ടാകുമോ എന്ന അതിശയമായിരുന്നു അവളുടെ മുഖത്ത്. വീട്ടിലെ സോഫയിൽ പുതപ്പൊക്കെ മൂടി നമ്മൾ സിനിമ കാണാൻ ഇരിക്കില്ല. ആ ഒരു കംഫർട്ടാണ് PVR ലക്സിന് നമുക്ക് തരാൻ കഴിഞ്ഞത്. എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന സിനിമ കാണണേ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോടും പറഞ്ഞു, അമ്മ ഒരു ദിവസം നമുക്ക് ലക്സിൽ പോയി തന്നെ സിനിമ കാണാമെന്ന്. എന്റെ ഓഫീസിൽ 2ഉം 3ഉം തവണ ആവേശം കണ്ടവരുണ്ട്. ഞാനും ഒന്നുകൂടെ ഒന്ന് കണ്ടാലോ എന്നുള്ള ആലോചനയിലാണ്. കണ്ട 3 സിനിമകളിൽ ഏറ്റവും നല്ല സിനിമ ഏതാ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ഞാൻ പറയുന്നതും ആവേശമാണ്. മിസ്സിയല്ലേ, തിയേറ്ററിൽ പോയി തന്നെ കാണണം.